ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ ആണ്. അതായത് ഒറ്റ ഫേസാണ് വരുന്നത്, ഒറ്റ ഫേസ് ന്യൂട്രൽ എർത്താണ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് നാല് സ്വിച്ച്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 ലൈറ്റും ഒരു പ്ലഗ് സ്വിച്ചും നമുക്ക് എങ്ങനെ അതിൽ നിന്ന് കൊടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, അതിൻ്റെ ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇതെല്ലാം തന്നെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ, ഇത് എർത്താണ് വന്നിരിക്കുന്നത്. ഈ എർത്ത് നമ്മൾ കറക്റ്റായിട്ട് എർത്തിൻ്റെ പൊസിഷനിലേക്ക് കൊടുത്തു. അത് കളർ കോഡ് കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എർത്തിന് എപ്പോഴും പച്ചയാണ് കൊടുക്കേണ്ടത്. ആ എർത്ത് കളർ കോഡ് ചെയ്തതിന് ശേഷം അത് എർത്തിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ വരുന്ന എല്ലാ ന്യൂട്രലുകളും ലൈറ്റിൽ നിന്ന് വരുന്ന എല്ലാ 3 ലൈറ്റിൽ നിന്ന് വരുന്ന ന്യൂട്രലുകളും എല്ലാം കൂടി ഒന്നിച്ച് ലിങ്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരൊറ്റ വയറാക്കുക. എല്ലാം കൂടി സ്ട്രിപ്പ് ചെയ്ത് ലിങ്ക് ചെയ്തതിന് ശേഷം അത് നേരെ നമ്മുടെ പ്ലഗ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കണം. ന്യൂട്രൽ അത് N എന്ന് മാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം നമ്മൾ എർത്തും കണക്ട് ചെയ്ത് ന്യൂട്രലും കണക്ട് ചെയ്തു. ഇനി എല്ലാം തന്നെ ലീഡുകളാണ് ഈ കാണുന്നത്. അതായത് 3 ലൈറ്റിൻ്റെ ലീഡുകളാണ് ഈ കാണുന്നത്. 3 ലൈറ്റിനും സെപ്പറേറ്റ് സ്വിച്ചുകളായതുകൊണ്ട് സെപ്പറേറ്റ് സ്വിച്ചുകൾ നമ്മൾ കണക്ട് ചെയ്തു. ഓരോ സ്വിച്ചിലേക്കും കണക്ട് ചെയ്തു. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് 1.5 റെഡ് കൊടുത്തിരിക്കുന്നതാണ് മെയിൻ ഫേസ് വരുന്നത്. ഈ ഒരൊറ്റ ഫേസിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ പ്ലഗും 3 ലൈറ്റും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ 4 സ്വിച്ച് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 3 ലൈറ്റിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ പ്ലഗിൻ്റെ സ്വിച്ചും കൂടി എല്ലാം കൂടി ഒന്നിച്ച് താഴെ ആ കാണുന്ന ലിങ്ക് ചെയ്യുക. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തതിന് ശേഷം ആ താഴത്തെ ഏതെങ്കിലും ഒരു സ്വിച്ചിൻ്റെ സെൻറ്ററിലേക്ക് ആ പോയിലിൻ്റെ താഴത്തെ പോളിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ സ്വിച്ചുകളിലും സപ്ലൈ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് സ്വിച്ച് കണ്ടോ, എല്ലാ സ്വിച്ചിലും നമ്മൾ താഴെ നിന്ന് ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാ സ്വിച്ചിലും സപ്ലൈ ആയി കഴിഞ്ഞു. ഇനി ആദ്യത്തെ സ്വിച്ച് നമ്മൾ ഒരു ലൈറ്റിൻ്റെ ലീഡ് കൊടുത്തു, രണ്ടാമത്തെ സ്വിച്ചിന് രണ്ടാമത്തെ ലീഡ് കൊടുത്തു, മൂന്നാമത്തെ സ്വിച്ചിന് മൂന്നാമത്തെ ലീഡ് കൊടുത്തു. ഇനി അതിനുശേഷം നമ്മൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലഗിന് മാത്രമാണ് വരുന്നത്. ഇതിപ്പോൾ ഓൺ പൊസിഷനാണ്, ഇത് രണ്ടും ഓഫ് പൊസിഷനാണ്. ഓൺ ചെയ്യുന്നതിന് ഞങ്ങളിങ്ങനെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ നിന്നും ലിങ്ക് ചെയ്തിരിക്കുന്ന സപ്ലൈ നേരെ ലീഡുകളിലേക്ക് പോയി ഏതാണോ ലൈറ്റാണോ ഫാനാണോ ഏതൊക്കെ കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ പ്ലഗിൻ്റെ സോക്കറ്റാണ് ഈ കാണുന്നത്. പ്ലഗിന് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നേരെ ഈ നീല വയർ വഴി നേരെ പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡാണ് ചെല്ലുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും പ്ലഗുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡ് തന്നെ കൊടുക്കണം. കാരണം ഫേസ് കൊടുക്കുന്നത് എപ്പോഴും റൈറ്റ് സൈഡ് ആയിരിക്കണം. കാരണം ഏത് ഡിവൈസ് നമ്മളെടുത്ത് നോക്കിയാലും റൈറ്റ് സൈഡ് ആയിരിക്കും അതിൻ്റെ എല്ല് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫേസ് ന്യൂട്രൽ മാറിപ്പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്റ്റാൻഡേർഡാണ് റൈറ്റ് സൈഡ് ഫേസ്, ന്യൂട്രൽ ലെഫ്റ്റ് സൈഡ് ഏറ്റവും ടോപ്പിലായിട്ട് എർത്ത് ഇല്ലാതെ വലിക്കാതെ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം വരുന്നത്. അതുമാത്രമല്ല, നമ്മൾ തേപ്പൂട്ടി, അതുപോലെ ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ എർത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫ്രിഡ്ജ് അതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കുത്തുന്ന സമയത്ത് അതിൽ എർത്തിൻ്റെ ഓപ്ഷൻ സെപ്പറേറ്റ് ഉണ്ട്. 2 പിൻ അല്ല 3 പിൻ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ബോഡിയിൽ എർത്തോ കാര്യങ്ങൾ, ഇപ്പോൾ തേപ്പൂട്ടിൽ തന്നെ അയൺ ബോക്സിൽ തന്നെ എർത്ത് കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മൾ ട്രിപ്പ് ആണെങ്കിൽ ഈ കറക്റ്റായിട്ട് എർത്ത് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ട്രിപ്പ് ആവില്ല, ഭയങ്കര അപകടം കാര്യങ്ങളൊക്കെ നമുക്ക് വിളിച്ചു വരുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എർത്ത് കൂടി മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഫേസിൽ നിന്ന് നമുക്ക് എത്ര ലൈറ്റുകൾ കൊടുക്കാമെന്നും ഏകദേശം നമ്മൾ കൊടുത്തിരിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.